വെറും ചിത്രീകരണം. മനുഷ്യ ജീവിതത്തെ പറ്റി കുറെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ എഴുതിയാൽ പോരാവില്ല. മനുഷ്യ ജീവിതത്തെ പറ്റി ഭാവനാത്മകമായി പ്രതിപാദിക്കുമ്പോഴാണ് നോവലും ചെറുകഥയോ കവിതയൊക്കെ ആവുന്നത്. ഭാവനാത്മകമായ ഭാഷ, ഇമാജിനേറ്റീവ് ലാംഗ്വേജ്. ഭാഷ രണ്ട് തരമുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ ടേംസ് ഉപയോഗിക്കുന്ന ഭാഷ, ആധാര എഴുത്ത് ഭാഷയ്ക്കുണ്ടല്ലോ, അതുപോലുള്ള ഭാഷ. രണ്ടാമത് ഭാവനാത്മകമായ ഭാഷ. ഒരേ വാക്ക് തന്നെ ഒരു കവി ഉപയോഗിക്കുമ്പോഴും ഒരു സാധാരണ ആൾ ഉപയോഗിക്കുമ്പോഴും ഒരേ വാക്കിന് അർത്ഥവ്യത്യാസമുണ്ടാകും. രണ്ട് തരത്തിലായിരിക്കും ഉദ്ദേശിക്കുക. ഉദാഹരണത്തിന് അക്കിത്തത്തിന്റെ ഒരു കവിതയുണ്ട്. അതായത് രത്നങ്ങൾക്കും ഏറ്റവും അധികം വില കൂടിയ രത്നങ്ങൾക്കും വൈഡൂര്യങ്ങൾക്കും ഇടയിലൂടെ ഞാൻ കടന്നു പോകും. ഞാൻ അങ്ങനെ അത്ര ധന്യനാണ്. പക്ഷെ കേവലം ഞാൻ ഒരു നൂലായിരുന്നു. ഞാനൊരു നൂലാണ്, സാധാരണ നൂലാണ്. പക്ഷെ ഞാൻ കടന്നു പോകുന്നത് ഏറ്റവും അധികം വില പിടിച്ച വൈഡൂര്യങ്ങളുടെയും രത്നങ്ങളുടെയും ഇടയിലൂടെയാണ്. അവയെ ബന്ധിപ്പിക്കുന്ന ചരടായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ ഞാൻ വളരെ റിച്ചാണ്, പക്ഷെ ഞാൻ വെറും നൂലാണ്. അതായത് ഏറ്റവും മഹനീയമായ കാര്യങ്ങൾ, ഏറ്റവും മഹനീയമായ ഗുണങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ പ്രതിപാദിക്കുന്നു. വിനയം, മനുഷ്യൻ. അത് അദ്ദേഹം പറയുമ്പോൾ അതിനുള്ള അർത്ഥങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് ഡയമെൻഷൻസ്, മാനങ്ങൾ വരുന്നുണ്ട് ആ വാക്കുകൾക്ക്. അത് നമ്മൾ ഇരുന്ന് എത്ര നേരം ആലോചിച്ചാലും തീരാത്ത ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാവുന്ന ഒരു കാര്യമായി മാറുകയാണ്. അക്കിത്തം ഈ നൂല് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ചിപ്പോൾ ഒരു സാധാരണ ഒരാള്, ഒരു വായനക്കാരൻ ആണ് പറയുന്നത്, ആ ഒരു നൂലില് കുറെ രത്നം അതൊക്കെ പുറത്ത് അവിടെ വെച്ചിട്ട് നോക്കിക്കോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നില്ല. ഒരു വസ്തുവിനെ പറ്റി വിവരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പ്ലനേഷൻ. ഒരു